നമ്മുടെ റാപ്പർ വേടൻ വീണ്ടും വിവാദ നായകനാകുന്നു. ഒരുപാട് പെൺകുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ചതായി വേടനെതിരെ വീണ്ടും പരാതി. ഒരു ഡോക്ടറായിരുന്ന ഒരു പെൺകുട്ടി അവരെ 1.5 വർഷത്തോളം നിരന്തരം പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് അവസാനമായി വന്നിരിക്കുന്നത്. 2021 ആഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെയാണ് അവരെ പീഡിപ്പിച്ച കാലയളവ്. ഇതിനു മുമ്പ് തന്നെ ഒരുപാട് പെൺകുട്ടികൾ വേടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും പ്രശംസ അല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ലൈംഗിക വൈകൃതങ്ങൾക്കടിമയാണ് ഈ വേടൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പെൺകുട്ടികളുടെ പരാതികളിൽ അദ്ദേഹം അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും അവരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ലൈംഗിക വൈകൃതങ്ങളെന്നാണ് ഈ പെൺകുട്ടികളെല്ലാം പറയുന്നത്. 2021 മാർച്ച് മുതൽ പീഡനത്തിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഒരു ഡോക്ടറായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരെ 1.5 വർഷത്തോളം ഇദ്ദേഹം പീഡിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും അവർ ഒരിക്കൽ പോലും പരാതിപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് അവർ രംഗത്ത് വന്നത്. ഇതുപോലെ പല പെൺകുട്ടികളും ഇങ്ങനെ രംഗത്ത് വരാതെ ഇപ്പോൾ എല്ലാവരും രംഗത്ത് വന്നിരിക്കും. ഇതിന്റെ എല്ലാം പിന്നിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വേടന് ഇത്തരം പ്രവർത്തികൾ ചെയ്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവരെല്ലാം വളരെ തെളിവോടുകൂടി തന്നെയാണ് വരുന്നത്. എന്നാലും 1.5 വർഷക്കാലം ഒരാളെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നടക്കാത്ത കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇവർ ഡോക്ടറാണ്. ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം കുറെ കാലം ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പോൾ പരസ്പരം യോജിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് അവരുടെ എഗ്രിമെന്റ്. ഇതിൽ പുരുഷന് ആദ്യം മടുക്കുകയാണെങ്കിൽ അവൻ പിരിഞ്ഞു പോകാൻ ശ്രമിക്കും. അപ്പോൾ പെൺകുട്ടികൾ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? പീഡനത്തിന് പരാതി കൊടുക്കുന്നു. പീഡനമാണെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. 1.5 വർഷം 2 വർഷം എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. ഇങ്ങനെ ആവാനും സാധ്യതയുണ്ട്. വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ മോശക്കാരനൊന്നുമല്ല. വേടൻ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചിട്ടുള്ളതായി തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും വേടനെ ന്യായീകരിക്കാൻ കഴിയില്ല. എന്നാൽ പെൺകുട്ടികളുടെ ഭാഗത്ത് പൂർണ്ണമായും ശരിയുണ്ടോ എന്നും ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. 4-5 വർഷത്തിന് മുമ്പേ വേടനെതിരെ പല പെൺകുട്ടികളും പരാതി കൊടുത്തതായും പരാതി പറഞ്ഞതായിട്ടുമുള്ള രേഖകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേടൻ അത്ര വെടിപ്പുള്ള ഒരാളല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കഞ്ചാവും പുലിപ്പല്ലും പീഡനക്കേസും എല്ലാം കൂടി വേടന് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചുമടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വേടന് വേണ്ടി ഞാൻ 2-3 വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോകളിലെല്ലാം വേടന് ഇത്തരം അപകടങ്ങൾ വരും എന്ന സൂചന ഞാൻ കൊടുത്തിരുന്നു. അന്ന് തന്നെ കുറെ വേടന്റെ ആരാധകർ വന്ന് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. വേടനെ കൊടുക്കുവാൻ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് എന്ന് വേടന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും വേടൻ ഇത്തരം കുരുക്കുകളിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുന്നത് ബോധപൂർവമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വേടൻ ഓരോ കേസുകളിൽ പെടുമ്പോഴും വേടന്റെ ഉയർച്ച കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുലിപ്പല്ല് കേസ് വന്നപ്പോഴും കഞ്ചാവ് കേസ് വന്നപ്പോഴും അടുത്തതാ പീഡന കേസ്. ഇനിയും വേടന്റെ ഉയർച്ചകൾ ഉയരത്തിലേക്ക് പോകാനാണ് സാധ്യത. അതും ഇന്ന് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടത്. മോശക്കാരനായിട്ടാണ് വേടനെ കുറിച്ച് പറയുന്നത്. ഈ ചാനലിൽ അദ്ദേഹം കുറച്ച് ദിവസത്തിന് മുമ്പ് പണ്ട് ഒരു വേടന്റെ കഞ്ചാവ് കേസ് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ സ്നേഹിതർ ലണ്ടനിലേക്ക് പ്രോഗ്രാം നടത്താൻ വേണ്ടി വേടനെ വിളിച്ചപ്പോൾ ഒരു ദിവസത്തേക്ക് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത അദ്ദേഹം നടത്തിയിരുന്നു. അതേ അദ്ദേഹം ഇന്ന് പറയുന്നു, ഇന്നത്തെ വാർത്തയിൽ പറയുന്നു, അന്ന് ചോദിച്ചത് 25 ലക്ഷം രൂപയാണെന്ന്. അദ്ദേഹം 10 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇത്രയും ദിവസത്തിനിടയിൽ മാറ്റി പറയുന്നത്. അപ്പോൾ അതുപോലെ വേടനെതിരെ ഒരുപാട് ചാനലുകാർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ ഓരോ കേസുകൾ കഴിയുമ്പോഴും വേടന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്ക് എത്തുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കേസ് കഴിയുമ്പോൾ വേടന്റെ ഗ്രാഫ് മേളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാൻ കഴിഞ്ഞത് വേടൻ ലൈംഗിക വൈകൃതങ്ങളുടെ ഉടമയെന്നാണ്. ഒരുപാട് പെൺകുട്ടികളെ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അടിച്ചുകൊണ്ട് വികൃതമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടികളൊക്കെ ഇദ്ദേഹത്തിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്കിടയിൽ പൊട്ടിക്കരഞ്ഞാൽ പോലും ഇദ്ദേഹം ശ്രദ്ധിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിർവൃതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മറ്റൊരാളുടെ വേദനയോ വികാരങ്ങളോ മനസ്സിലാക്കാനുള്ള ഒരു വികാരവും ഇദ്ദേഹത്തിനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനെയാണോ ഈ സമൂഹവും യുവാക്കളും ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. വേടനെതിരെ ഒരു വിഭാഗം സവർണർ മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിലെ ചതിയാണോ ഇത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി ഉയർന്നു വന്ന ഒരു ശബ്ദമായിരുന്നു വേടൻ്റേത്. അതുകൊണ്ട് തന്നെ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കലാഭവൻ മണിയും വേടനുമൊക്കെ വളരെ ഉയരങ്ങളിൽ എത്തേണ്ടവരാണ്. എന്നാൽ ഇതുപോലുള്ള താൽക്കാലിക വികാരങ്ങളിൽ അടിമപ്പെട്ട് അവരുടെ ജീവിതം അവർ തന്നെ തകർത്തെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. കേരളത്തിൽ കുറച്ചുപേര് മാത്രം അറിഞ്ഞിരുന്ന വേടൻ പല കേസുകളിൽ പെട്ടാണ് ഇത്രയും പേർ
കേരളത്തിലെ എല്ലാ മനുഷ്യരും അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തിയത്. ഈ കേസും അതുപോലെ തന്നെ വേടന് ഗുണം ചെയ്യുമോ എന്നറിയില്ല. എന്തായാലും ഈ കേസിൻ്റെ സ്വഭാവം കുറച്ച് വ്യത്യസ്തമാണ്. പഴയ കഞ്ചാവ് കേസ് പോലെയോ പുലിപ്പല്ല് കേസ് പോലെയോ അല്ല. ഇത് കുറച്ചുകൂടി ഗൗരവകരമായ ഒരു കേസാണ്. ഇതിൽ നിന്നും വേടന് ഊരി വരാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി ഉയർന്നു വരേണ്ട ഇവരൊക്കെ ഇങ്ങനെ അധപ്പതിക്കുന്നതിൽ സങ്കടമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാതെ വന്ന അവസരത്തിലാണ് വേടൻ ഉയർന്നു വന്നത്. വേടന്റെ വരികളും പാട്ടുകളും അടിച്ചമർത്തപ്പെട്ടവന്റെ ഉള്ളിലെ ഉണർത്തുപാട്ടുകളായി ഉണർന്നു. അതിപ്പോൾ വീണ്ടും കെട്ടടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആരാണ് അടിച്ചമർത്തപ്പെട്ടവൻ്റെ വിഹാരങ്ങൾക്ക് വേണ്ടി പുറത്തു വരിക? ഇതിനു മുമ്പ് ഞാൻ ചെയ്ത 2 വീഡിയോകളിലും വേടൻ ഇത്തരം അപകടങ്ങളിൽ പെടും എന്ന് ഉറപ്പായി ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം താഴെക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നവരെ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തി അവരെ താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നത് ഒരു സ്വാഭാവികമായ സംഭവമാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവാം. വേടനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഏതെങ്കിലും കേസിലൊക്കെ പെടുത്താൻ കഴിയുമോ എന്ന്. അപ്പോഴാണ് ഈ പഴയ കഥകളൊക്കെ കുത്തിപ്പോക്കി കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം അതിനൊക്കെ നിന്നുകൊടുത്തതാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ യുവഹൃദയങ്ങളെ ഇത്രത്തോളം ഇളക്കി മറിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടില്ല. ആ മനുഷ്യൻ ഇത്തരം കേസുകളിൽപ്പെട്ട് അധപ്പതിച്ച് നശിച്ചു പോകുന്നതിൽ സങ്കടമുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും?